ഒരു SSLC വിദ്യാർത്ഥി ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന രണ്ട് ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ എത്ര A+ ഉണ്ട് എന്നുള്ളതായിരിക്കും, രണ്ടാമത് നിങ്ങളുടെ SSLC പെർസെൻറ്റേജ് എത്രയെന്നായിരിക്കും. അപ്പോൾ SSLC പെർസെൻറ്റേജ് എങ്ങനെ കണക്ക് കൂട്ടാന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ സിമ്പിൾ ടെക്നിക്കാണ്, കേരളത്തിൽ എല്ലാവരും പൊതുവെ ഫോളോ ചെയ്യുന്ന ടെക്നിക്ക്. വളരെ ക്വിക്കായിട്ട് പറയാം, ചിലർക്ക് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഉപകാരപ്പെടട്ടെ. കേരളത്തിൽ ഗ്രേഡിംഗ് സിസ്റ്റമാണ് നിലവിലുള്ളത്. ഗ്രേഡിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാമിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് പുറത്തറിയാൻ കഴിയില്ല. അത് എക്സാമിനറിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഗ്രേഡ് മാത്രമാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഫിസിക്സിന് A+ ആണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം 90%-നും 100%-നും ഇടയിൽ ഏതൊരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന് A+ എന്ന് പറഞ്ഞ ഗ്രേഡാണ് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പ്രകാരം പെർസെൻറ്റേജിലേക്ക് എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ, പൊതുവെ ഫോളോ ചെയ്യുന്ന ടെക്നിക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓരോരോ ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് അസൈൻ ചെയ്യുക. A+ന് 9 ആണ്, Aക്ക് 8 ആണ്, B+ന് 7 ആണ്. അങ്ങനെ ഓരോന്ന് വീതം കുറയുന്ന രീതിയിൽ ഇങ്ങനെ അസൈൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കിട്ടിയ റിസൾട്ട് നിങ്ങൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 8 A+ഉം ഒരു Aയും ഒരു B+ ആണെങ്കിൽ അവൻ്റെ പെർസെൻറ്റേജ് ഈ ടെക്നിക്ക് പ്രകാരം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, 8 A+ ആണെങ്കിൽ ആ 8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? A+ൻ്റെ പോയിന്റ് എത്ര? 9. മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 72 എന്ന് കിട്ടും. ഒരു A ആണ് അല്ലേ, ഒരു A എന്ന് പറഞ്ഞാൽ ആ ഒന്നിനെ Aയുടെ പോയിന്റ് എത്ര? Aയുടെ പോയിന്റ് 8 ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 എന്ന് കിട്ടും. അതേപോലെ B+ൻ്റെത് 1 ഇൻറ്റു B+ൻ്റെ പോയിന്റ് 7 ആണ്, മൾട്ടിപ്ലൈ ചെയ്താൽ 7 കിട്ടും. ഇതെല്ലാം കൂടി നിങ്ങൾ ആഡ് ചെയ്യുക, കൂട്ടി കഴിഞ്ഞാൽ 2 കിട്ടും, 10, 17, 1 ക്യാരി ഫോർവേഡ്, അപ്പോൾ 87 എന്ന് വരും. അപ്പോൾ 87% നിങ്ങൾക്ക് അല്ല, അങ്ങനെയല്ല. നിങ്ങൾ ആ കിട്ടിയിരിക്കുന്ന 87%-നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 90 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത മൊബൈലിലോ ഏത് കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 0.9666 എന്നങ്ങനെ പറഞ്ഞു പോകും. റെഡി? ഇത് എങ്ങനെ ഇനി പെർസെൻറ്റേജിലേക്ക് മാറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ അതിനെന്ത് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 96.66666 അങ്ങനെ കിട്ടും. അപ്പോൾ അതാണ് നിങ്ങളുടെ ഫൈനൽ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ലോജിക് കിട്ടിയോ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ വേഗം ചെക്ക് ചെയ്തോ. ഇനി ഫുൾ A+ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഫുൾ A+ നേരെ പറഞ്ഞോ 100%. കാരണം എന്താ, ഫുൾ A+ ആണെങ്കിൽ 90/90. അപ്പോൾ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി 100% ആയിരിക്കും. നിങ്ങളുടെ പെർസെൻറ്റേജ് വേഗം താഴെ കാൽക്കുലേറ്റ്, ഈ മെത്തേഡ് പറയാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയണേ. അറിയാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഷെയർ ചെയ്ത് കൊടുത്തോ. എല്ലാവരും സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക. മാർക്ക് കുറഞ്ഞ ആൾക്കാരോ ഗ്രേഡ് കുറഞ്ഞ ആൾക്കാരോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമായി കാണാം. ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഇനി ഒരുപാട് ചാൻസസ് ഉണ്ട്. ആ ചാൻസസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എത്തിപ്പിടിച്ചാൽ മാത്രം മതി.